ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് പൊന്നാനി. നൂറ്റാണ്ടുകളായി പൊന്നാനി വിദേശ രാജ്യങ്ങളുമായി വ്യാവസായിക ബന്ധമുണ്ട്. ആ വ്യാവസായിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറബികൾ ആദ്യമായി പൊന്നാണയം പ്രചരിപ്പിച്ച പ്രദേശമായതിനാലാണ് പൊന്നാനി എന്ന് പേര് സിദ്ധിക്കാൻ കാരണമെന്ന് ചരിത്ര ഗവേഷകന്മാരെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊന്നാനി ഒരു കാലത്ത് കേരളത്തിൻ്റെ മലബാറിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായിരുന്നു. ആ ഒരു പാരമ്പര്യം ഇന്നും തുടർന്നു വരുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിലെ പൊന്നാനിയുടെ അല്ലെങ്കിൽ മലബാറിൻ്റെ ഒരു സമന്വയ ചരിത്രം പരിശോധിക്കുമ്പോൾ പൊന്നാനി അതിൻ്റെ ആസ്ഥാനമായി കാണാവുന്നതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളിയുടെ സ്ഥാപകനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും അദ്ദേഹത്തിൻ്റെ പൗത്രനും കേരളത്തിലെ ആദ്യത്തെ ചരിത്രകാരനുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും ജീവിച്ച് മരിച്ചത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ പഴയ പൊന്നാനി താലൂക്കിലെ തിരൂരിൽ ജീവിച്ചിരുന്നത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു ഹൈന്ദവ സാംസ്കാരിക ആചാര്യനായ പൂന്താനം നമ്പൂതിരി പഴയ പൊന്നാനി താലൂക്കിലെ ഗുരുവായൂരും ഇതേപ്രകാരം തന്നെ മൂക്കുത്തലയും ആസ്ഥാനമായി തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. മറ്റൊരു ഹൈന്ദവ സാംസ്കാരിക ആചാര്യനായ മേൽപ്പത്തൂർ ഭട്ടത്തിരി പഴയ പൊന്നാനി താലൂക്കിലെ തിരുനാവായ സ്വദേശിയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ 16-ാം നൂറ്റാണ്ടിലെ ഒരു സമന്വയ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം കൂടിയായിരുന്നു പൊന്നാനി. ഇതിനെല്ലാം തന്നെ മുഖ്യ പങ്ക് വഹിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് ചരിത്രപ്രസിദ്ധമായ ഈ ജുമായത്ത് പള്ളി, അതായത് പൊന്നാനി വലിയ ജുമായത്ത് പള്ളി നിർമ്മിച്ചത്. ഹിജറ 925-ലാണ് ആ പള്ളി നിർമ്മിച്ചത്. അതിനോട് സമാനമായി ക്രിസ്താബ്ദ വർഷം നോക്കുമ്പോൾ 1518 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.